ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഫ് പാസ്ട്രി ഷീറ്റ്സ് ആണ് തയ്യാറാക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങാതെ പൈസയൊന്നും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി മെത്തേഡിൽ നമുക്ക് ഈ പഫ് പാസ്ട്രി ഷീറ്റ്സ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഏകദേശം 1.5 കപ്പ് മൈദ മതിയാകും. ഗോതമ്പ് പൊടി ഉപയോഗിച്ച് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം നമ്മൾ റഫായിട്ട് കൈ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം, ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊഴിച്ച് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ ഡോ സ്മൂത്താക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. ഈ ഡോ നന്നായിട്ട് നീഡ് ചെയ്ത ശേഷം ഒരു പാത്രം അല്ലെങ്കിൽ ഒരു തുണി വെച്ച് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ അടച്ചു വെക്കാം. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് ഈ പാത്രം തുറന്ന ശേഷം നമ്മളിത് ഒന്നുകൂടെ നീഡ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഈ സ്മൂത്തായ ഡോയെ നമ്മൾ 2 പാർട്ടാക്കി മാറ്റിയെടുക്കാം. അതും നന്നായിട്ടൊന്ന് നീഡ് ചെയ്തിട്ട് വെച്ചേക്കാം. ചപ്പാത്തി പലകയിൽ ആവശ്യത്തിന് പൊടി വിതറിയ ശേഷം ഒരു ഡോ എടുത്ത് ആദ്യം കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ റോളർ വെച്ച് ചപ്പാത്തി പലകയുടെ കോല് വെച്ചിട്ട് നന്നായിട്ട് ഫ്ലാറ്റ് ചെയ്ത് എടുക്കാം. ഏകദേശം നന്നായിട്ട് വലുതായിട്ട് ഫ്ലാറ്റായിട്ട് വന്നിട്ടുണ്ട്, തിന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വീഡിയോ കാണിച്ച പോലെ 4ആയിട്ട് നമ്മൾ മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറിയ ശേഷം റോളർ ഉപയോഗിച്ചിട്ട് പിന്നെയും അത് ഫ്ലാറ്റായിട്ട് മാറ്റിയെടുക്കാം. മാക്സിമം ഫ്ലാറ്റ് ആക്കാൻ പറ്റുന്നത് അത്രയും നല്ലതായിരിക്കും. ഇനി ഒന്നുകൂടെ ഈ പരത്തിയ ചപ്പാത്തി ഫോൾഡ് ചെയ്തെടുക്കുക. നേരത്തെ കാണിച്ച പോലെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം 1 മണിക്കൂർ അങ്ങനെ തന്നെ നമ്മൾ വെച്ചേക്കാം.
ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഫോൾഡ് ചെയ്ത് വെച്ച ആ ഡോ എടുത്ത ശേഷം ഒന്നുകൂടി റോളർ വെച്ച് നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്യുക. മാക്സിമം ഫ്ലാറ്റാക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലതായിരിക്കും. തിന്നായിട്ട് വരികയും ചെയ്യണം. ഇതിങ്ങനെ ചെയ്ത് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ ലെയേഴ്സ് നമ്മുടെ പഫ് പാസ്ട്രിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പഫ് പാസ്ട്രിയുടെ ലെയേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഡോ മാക്സിമം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ച് ഇതിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മുടെ പഫ് പാസ്ട്രി ഷീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ ഡോയും നമ്മൾ ഇതുപോലെ ഫ്ലാറ്റ് ആക്കി എടുത്ത ശേഷം ഇതുപോലെ ലെയേഴ്സ് ആയിട്ട് ഷീറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഓരോ ഷീറ്റിലും നമുക്ക് ഫില്ലിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാവേ. അപ്പോൾ നമ്മുടെ പഫ് പാസ്ട്രി ഷീറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ഡോയും വെച്ചിട്ടുള്ള പഫ് പാസ്ട്രി ഷീറ്റ്സ് ഏകദേശം 8 ഷീറ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഈസി ആയിട്ട് ചിലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പാസ്ട്രി ഷീറ്റ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. Thank you.